സിവിലിയൻ ഷിപ്പോ അല്ല. നമ്മളിവിടെ പോന്നേ, നമ്മള് കോർഫക്കാൻ ടെറസിൽ എവിടെ പോന്നേ? ടെറസില് അല്ലേ? നമ്മൾ ടോപ്പിൽ പോവാ. കഴിക്കാൻ പോവാ. കളിക്കാം അവിടെ പ്ലേ ഏരിയ. ഓക്കെ ഫൈൻ. നമുക്ക് പോവാം. ഹേബൽ എന്തി? ഹേബല് വണ്ടിയെ സെറ്റായി, കാർ സീറ്റെല്ലാം സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ കോർഫക്കാൻ ടെറസിൽ പോവാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന സ്ഥലമാണത്. അതൊരു ടോപ്പ് ഏരിയ ആണ്. എന്താ പറയുന്നത്, നല്ലവണ്ണം നമുക്ക് വണ്ടി ഓടിച്ചു പോകാനായിട്ട് നല്ല സ്ഥലമാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പോകുന്ന വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന പോലെ മല കയറി ഇറങ്ങിയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ പിള്ളേരൊക്കെ ഇന്നത്തെ സെറ്റാണ്. ഹേബിളൂട്ടൻ ബേബി സിറ്റർ സെറ്റാണ്. ഡ്രൈവ് ചെയ്യുവാണ്. അപ്പം അതെ, അപ്പം നമുക്കൊരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാം അല്ലേ? അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒരു ചായ കുടിക്കാൻ പോവാണ്. ചായയും കൂടെ കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി ഇവിടെ സമയം 3:45. കഴിക്കാൻ പോവല്ല, ചായ കുടിക്കാൻ പോവാ. ഹെൽമോക്ക് എന്നാ വേണ്ട? ചായ വേണം. പിന്നെ എന്നാ വേണ്ടേ കഴിക്കാൻ? കഴിക്കാനൊന്നും വേണ്ട. കാരണം നമ്മളിപ്പോൾ ചോറുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നമുക്ക് നോക്കാം. എന്തായാലും നല്ലതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ മേടിക്കാം. ഓക്കെ, ഹെൽമോടെ കയ്യിൽ എന്നാ ഉള്ളത്? നമുക്ക് കഴിക്കാൻ വേറെന്താ ഉള്ളത്? ചക്ക വറുത്ത ഉണ്ടല്ലേ, ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഉണ്ട്. പിന്നെ എന്നാ ഉള്ളേ? നമ്മൾ പറഞ്ഞു വന്ന എന്നായിരുന്നു? ഓക്കെ, നമുക്ക് ചക്ക വറുത്തൊക്കെ അവിടെ ചെന്നിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ ഇച്ചു ചായ ഓർഡർ പറഞ്ഞു. ഹെൽമോ അവിടെ പോവാ. പ്ലേ ഏരിയ, അവിടെ പ്ലേ ഏരിയ ഉണ്ടല്ലേ? അവിടെ എന്തുണ്ട് നമുക്ക് കളിക്കാൻ? ഹേബൽ എന്നെ എടുക്കുവാ. ഹേബൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നു. സ്ലൈഡൊക്കെ കയറാൻ പറ്റും. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാവരും കാണിക്കല്ലേ, നമ്മൾ എന്തെല്ലാമൊക്കെയാ കയറുന്നതെന്നെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ ചില്ല് ഗ്ലാസ്സിൽ ചായ വന്നിരിക്കുക. ചായ കുടിച്ചിട്ട് വേണം നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. നല്ല ചായയാണ് കേട്ടോ, സൂപ്പർ ചായ. ഇപ്പൊ ചോറിട്ട് ഇറങ്ങിയതേ ഉള്ളെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോവാണെങ്കിൽ പ്രത്യേകിച്ച് തലവേദന കാര്യങ്ങളൊന്നും എടുക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചായ കുടിക്കുന്നത്. പിള്ളേർ ഇവിടെ കിടന്നിട്ട് നല്ല കളിയാണ് രണ്ടുപേരും. ഹേബിളൂട്ടൻ ആ സീറ്റിൽ സ്റ്റിൽ അവിടെ ഇരിക്കുക, കളിയൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. അങ്ങനെ ഹെലമോള് ചായ കുടിക്കുക. എങ്ങനെയുണ്ട് ഹെലമോളെ ചായ? സൂപ്പറാണ്. ഹെഡാപ്പിക്കാണോ ചായ? വേണ്ട, ഹെഡാപ്പി ചായ കുടിക്കത്തില്ല. ഹെഡാപ്പി പാലാ കുടിക്കുന്നത്. പാല് അല്ലെങ്കിൽ ബൂസ്റ്റാ കുടിക്കുന്നത്. ഹെലമോളാണ് ചായയുടെ ആള്. ഹെലമോൾ കുടിച്ചിട്ട് ക്ലാസ് കൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, വെരി ഗുഡ്. എന്തോ ഏപ്രിക്കോട്ട് മേടിക്കണോ? ഏപ്രിച്ചൂട്ട് നമുക്ക് മേടിക്കാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് കുടിക്കേ, പോവാം. അവിടെ നമുക്ക് കളിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് പിള്ളേർക്ക്. ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഹേബിളൂട്ടൻ ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങി. ഇനി വണ്ടി ഓടി തുടങ്ങുമ്പോൾ ശരിയാവും. ഞാൻ നിങ്ങളെ പോകുന്ന വഴികളൊക്കെ കാണിച്ചു തരാം. അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, വലിയൊരു ഏലിയന്റെ ഷേപ്പിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അത് നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് നൈറ്റ് വ്യൂവും കൂടെ എടുത്തിട്ട് വരാം. കാരണം ഇപ്പോൾ ഓൾറെഡി 4 മണിയായി. അങ്ങനെ നമ്മൾ അൽ ഷുഹൂബ് റെസ്റ്റ് ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞു ടണൽ പോലെയുണ്ട്. ഈ ടണലിങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് അതിങ്ങനെ മുകളിലേക്കാണ് പോകാനുള്ളത്. ഇപ്പോൾ ടണൽ നമ്മൾ ക്രോസ് ചെയ്യും. ആ ടണൽ ക്രോസ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ റൈറ്റ് കയറി മുകളിലേക്ക് പോവും. നല്ല എന്താ പറയുക, ഇവിടെ വഴിപണിയൊക്കെ നടക്കുക. അതുകൊണ്ട് അത്യാവശ്യം ശ്രദ്ധിച്ച് പോകണം. 2 സൈഡിലും ഇങ്ങനെ മലകളാണ്. മലകൾക്കിടയ്ക്ക് കൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ പോകുന്ന പോലെ അത്യാവശ്യം നല്ല കയറ്റമാണ്. നല്ല കയറ്റം കയറി ഇങ്ങനെ റെസ്റ്റ് ഏരിയ 1, റെസ്റ്റ് ഏരിയ 2, റെസ്റ്റ് ഏരിയ 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ വളവാണ്.
നല്ല രസമാണ്. നമുക്കിതൊരു വണ്ടി ഓടിച്ച് പോകാനൊക്കെ നല്ല രസമാണ്. വണ്ടിയിലിരിക്കുമ്പോഴും നമുക്കൊരു രസമാണ്. നമ്മുടെ ചെവിയൊക്കെ ചെറുതായിട്ട് അടയും, പക്ഷേ എന്നാലും ഒരു എന്താ പറയുന്നത്, നാട്ടിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു ഫീലാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പം. ഇപ്പോൾ ഏകദേശം 4 മണി സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെട്ടമൊക്കെ ഉള്ള സമയമാണ്. നല്ലവണ്ണം ചൂട്, വലിയ ചൂട് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ സൂര്യന് നല്ലപോലെ വെട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. അങ്ങനെയാണ് ഒരവസ്ഥ. നല്ല രസമാണ്. നമുക്ക് കാർമേഘമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒരു കുഴിയാണ് ആക്ച്വലി, പക്ഷേ ഇത് നമുക്ക് നല്ല പ്രൊട്ടക്റ്റീവാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ മലകളുണ്ട്, പിന്നെ ഇങ്ങനെ കെട്ടി കയറിയിരിക്കുന്നതാണ്. അങ്ങനെ നല്ല സുരക്ഷിതമാണ്. ഈ കാണുന്നതൊക്കെ താഴെയുള്ള ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ കണ്ടത്. സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നല്ല അടിപൊളി സ്ഥലമാണ്. മേളിൽ കയറി ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫുള്ളൊരു വ്യൂ വരുന്നത്. ഇത് കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുള്ളതുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. പിന്നെ ഇതിൻ്റെ അവസാനം നമുക്ക് ഇതാണ് കോർഫക്കാൻ ടെറസ്. ഇത് അവിടുത്തെ ഒരു വാഷ്റൂമാണ്. നമ്മൾ താഴെ അതായത് 4ാമത്തെ സ്റ്റേജിലെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ നമുക്കൊരു വാഷ്റൂമുണ്ട്. അത്യാവശ്യം നല്ലൊരു പോർട്ടബിൾ വാഷ്റൂമാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ്. രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വ്യൂ ആണ്. ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് അതിൻ്റെ ഒരു താഴത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഈ കുഞ്ഞായിട്ട് കാണുന്നൊക്കെ ബിൽഡിങ്ങുകളാണ്. ഒരുപാട് നല്ല ബിൽഡിങ്ങുകളാണ്. ഇത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പാർക്കിങ്ങിൽ താഴേക്ക് നോക്കുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഇനിയും പല സ്ഥലങ്ങൾ കാണിക്കാം. കുഞ്ഞുങ്ങൾക്ക് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു. പാർക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നടന്ന് പോകാനുള്ള പരിപാടിയാണ്. മേളിൽ ആൾക്കാർ ഓടി നടക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പം അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ വരുന്നുണ്ട്. നമ്മുടെ അപ്പം അങ്ങനെ ഹീടെ പേര് വേണ്ടെങ്കിൽ എത്തിരിക്കുക. ഇനിയും കയറ്, മോളോട് കയറ്. വൺ മോർ. ഓക്കെ, കം ഡൗൺ. ഓക്കെ. Okay, Helen, come. Ready, steady, go. Okay, go. Вот. И мы приезжали домой в 12, и уставшие, а еще на следующий день снова работать, это как было. Ну, короче, не то, что не бывает иногда отрабатывать в выходные, из-за того, что мы будем работать в будни. Super.
സൺസെറ്റ് കാണാം. ഈ കാണുന്ന സൺസെറ്റാണ്. സണ്ണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ബിൽഡിങ്ങുകളിൽ ലൈറ്റുകളൊക്കെ ഇട്ടു. ചെറിയ ഇരുട്ട് വീണ് തുടങ്ങി. വലിയ ഇരുട്ടല്ല, എന്നാൽ ചെറിയ ഇരുട്ടുകളൊക്കെ. എല്ലാവരും പ്ലേ ഏരിയ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള ലൈറ്റ്സുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. താഴെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് നല്ലപോലെ കാണാൻ പറ്റുന്നതാണ്. സ്ലോലി പിടിച്ചിറങ്ങി വീടല്ലേ. സണ്ണ് പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. മേഘങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു സമയത്തുണ്ടായിരുന്നത്. എല്ലാവരും തന്നെ അവിടെ നിന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോസിലൊക്കെ പകർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നല്ലപോലെ ഇരുട്ട് വീണ് തുടങ്ങി. ഈ സമയത്ത് നല്ല തണുപ്പായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പോടു കൂടിയുള്ള കാറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെത്തി. ഞങ്ങളൊരു ഇച്ചിരി ഫുഡ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീമും ഓർഡർ ചെയ്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും എന്നാ വേണ്ടത്? ഐസ്ക്രീം. ഓക്കെ, ഹിഡപ്പിക്ക് വേണ്ടേ? ഓക്കെ, വാനില ഐസ്ക്രീം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഇൻസൈഡ് ഇങ്ങനെയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ പിള്ളേർക്കുള്ള ഐസ്ക്രീം എത്തിയിട്ടുണ്ട്. ഓക്കെ, 1 for അച്ചച്ചൻ. ഓക്കെ, വെയിറ്റ് ടേക്ക് ദിസ് 1 for ഹെലോ. ഇങ്ങനെ അവർക്കുള്ള ഐസ്ക്രീം ആണ്. ഇങ്ങനെ ഞങ്ങളുടെ വാനില മിൽക്ക് ഷേക്ക് വന്നു. കിടുവാണോ? നമ്മൾ എങ്ങനെയുണ്ട്? കിടുവാണോ? ഓക്കെ. ഐസ്ക്രീം അമ്മ വീഡിയോ എടുപ്പിച്ചോ. ടേസ്റ്റാ. ഓക്കെ ഓക്കെ ഓക്കെ.
and subscribe. See you in the next video. Bye bye.